നമസ്കാരം. ഓട്ടപ്രദക്ഷിണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കേരളത്തിലെ ഒരു പ്രമുഖ ചാനലിൻ്റെ ചീഫ് എഡിറ്റർ അദ്ദേഹം തന്നെയാണ് ആ ചാനലിൽ പ്രഭാത പരിപാടി അവതരിപ്പിക്കുന്നത്. പ്രഭാത പരിപാടി മണിക്കൂറുകൾ നീളുന്ന പ്രഭാത പരിപാടിയാണ്. ജനകീയമായ ഒരു പ്രഭാത പരിപാടിയാണ്. ഈ പരിപാടിക്കിടയിൽ അദ്ദേഹം പതിവായി ചില സെഗ്മെൻറ്റുകളിൽ, അതായത് ആ പരിപാടിയിൽ കുറച്ച് സമയം അദ്ദേഹം ചായക്കപ്പുമായി നിൽക്കുന്നത് കാണാം. ചായ കുടിക്കുകയും അല്ലെങ്കിൽ കോഫി കുടിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം വാർത്തകൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. ഒരു സ്വാഭാവികമായ സംഭാഷണത്തിൻ്റെ ഫീല് കിട്ടാനും വാർത്തയുടെ ഒരു വലിയ കൺവെൻഷനൽ സീനുകളിൽ നിന്നൊക്കെ മാറി വാർത്താ അവതരണത്തെ കൂടുതൽ ജനകീയമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയൊക്കെ ആയിരിക്കണം ഇദ്ദേഹം ഈ പരീക്ഷണം നടത്തിയത്. എന്തായാലും ഈ പരീക്ഷണം കേരളത്തിലെ മറ്റു ചാനലുകളും ഏറ്റെടുത്തു എന്ന് തന്നെ പറയാം. പുതുതായി തുടങ്ങിയതും പഴയതുമായ എല്ലാ ചാനലുകളും പ്രഭാത പരിപാടിക്കിടെ കപ്പും സോസറും ഒക്കെ കയ്യിലെടുക്കാൻ തുടങ്ങി. എന്തായാലും ഈ കപ്പ് കയ്യിൽ പിടിച്ചുകൊണ്ട് ചായയും കാപ്പിയും ഒക്കെ കുടിച്ചുകൊണ്ട് ചൂടുള്ള വാർത്തകൾ പറയുക, ചൂടുള്ള വാർത്തകളോടുകൂടി പ്രഭാത പരിപാടി അവതരിപ്പിക്കുക എന്ന ഒരു നയം തുടങ്ങി വെച്ചത് അദ്ദേഹമാണ്. എന്നാൽ ഈ 2 ദിവസം മുമ്പാണ് അദ്ദേഹം ആ പരിപാടി അവതരിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ആ പരിപാടിയെക്കുറിച്ചുള്ള കമൻറ്റുകൾ ഈ യൂട്യൂബിലും മറ്റും വരുന്നുണ്ട്. യൂട്യൂബ് സന്ദേശമാണ് ഈ പരിപാടികളിൽ പ്രധാനമായും വായിക്കാറുണ്ട്. ചില കമൻറ്റുകൾ, തിരഞ്ഞെടുത്ത കമൻറ്റുകൾ അദ്ദേഹം വായിക്കുകയും അദ്ദേഹം അതിന് മറുപടി പറയുകയും ഒക്കെ ചെയ്യും. അങ്ങനെ ഒരു കമൻറ്റ് വന്നത്, ഇതിപ്പോൾ നോമ്പ് കാലമല്ലേ, കേരളത്തിലെ മുസ്ലിങ്ങളൊക്കെ ഒരു ഭക്ഷണവും കഴിക്കാതെ അവർ നോമ്പെടുക്കുകയില്ലേ, നിങ്ങളെന്തിനാണ് ഈ അവരുടെ മുന്നിൽ വന്ന് ചായക്കോപ്പുമായി വന്നെന്ന് ചായ കുടിക്കുന്നത് എന്നൊരു ചോദ്യം, എന്നൊരു കമൻറ്റ് വരുന്നു. അതിന് വലിയ പ്രതികരണമൊന്നും നടത്തുന്നില്ല. ഭരണഘടനയും മതേതരത്വവും ഒന്നും ആരും പ്രസംഗിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ചായ അങ്ങ് ഒഴിവാക്കിയേക്കാം എന്നൊരു തീരുമാനം എടുക്കുകയാണ്. അത് വളരെ പരസ്യമായി തന്നെ തീരുമാനമെടുത്ത് അത് ആ പരിപാടിക്കിടയിൽ അനൗൺസ് ചെയ്യുകയുമാണ്. ഇനി മുതൽ ഈ റംസാൻ മാസം കഴിയുന്നതുവരെ ഞാൻ ചായക്കപ്പുമായി നിങ്ങളുടെ മുന്നിൽ വരില്ല എന്ന് ഈ ചീഫ് എഡിറ്റർ കൂടിയായ അവതാരകൻ പറഞ്ഞു വയ്ക്കുകയാണ്. ഇതിനെതിരെ വലിയ പ്രതിഷേധം, ഇപ്പോൾ നിങ്ങളുടെ മതേതരത്വം എവിടെ പോയി എന്നൊക്കെയുള്ള വലിയ പ്രതിഷേധം സമൂഹ മാധ്യമങ്ങളിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടു. സത്യത്തിൽ ഈ കേരള സ്റ്റോറി 2മായി ബന്ധപ്പെട്ട ചില വിവാദങ്ങളൊക്കെ വരുമ്പോൾ ബീഫ് നിർബന്ധിച്ച് കഴിപ്പിക്കുന്ന ഒരു സീനുണ്ട് അതിൽ എന്ന രീതിയിലൊരു ട്രെയിലർ വരുന്നു. ആ ട്രെയിലറൊക്കെ ചർച്ചാ വിഷയമായപ്പോൾ ഈ പറയുന്ന ഇതേ അവതാരകൻ തന്നെ പറയുന്നത്, ബീഫ് കഴിക്കണ്ട എന്ന് വിചാരിക്കുന്നവർക്ക് കഴിക്കണ്ട, അതിൽ മതപരമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യണ്ട, പക്ഷേ മറ്റുള്ളവരെ കഴിക്കാൻ അനുവദിക്കില്ല എന്ന് പറയുന്നത് ഫാസിസമാണ് എന്നാണ് അന്ന് ആ അവസരത്തിൽ ഇതേ അവതാരകൻ തന്നെ പറഞ്ഞത്. പക്ഷേ നേരെ മറിച്ച് മുസ്ലിങ്ങൾ വ്രതമെടുക്കുമ്പോൾ നിങ്ങളാരും കഴിക്കണ്ട, അല്ലെങ്കിൽ നിങ്ങളാരും ഒളിച്ചുപോയി ഭക്ഷണം കഴിച്ചോളൂ എന്ന ആ ഒരു അഭിപ്രായത്തിനെ അനുകൂലിക്കുന്ന രീതിയിൽ, അങ്ങനെ ചെയ്യണമെന്ന സന്ദേശം പ്രേക്ഷകർക്ക് നൽകുന്ന രീതിയിൽ ആ ചായ കൂടി ഒഴിവാക്കി പരിപാടിയിൽ മാറ്റം വരുത്തിയത് ഏത് മതേതരത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് കേരളീയർക്ക് ഇതുവരെ പിടികിട്ടിയിട്ടില്ല. എന്തായാലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഇത് ഈ വർഷം സ്വാഭാവികമായി നടന്ന ഒരു കാര്യമാണ് എന്ന് നമ്മൾ കരുതുന്നില്ല. ഒരു കമൻറ്റ് ഇങ്ങനെ വരുന്നു, ഉടൻ തന്നെ കമൻറ്റ് വായിക്കുന്നു, കപ്പങ്ങ് ഒഴിവാക്കുന്നു എന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമായി നടന്നതായിരിക്കില്ല. എന്തായാലും ചാനൽ രംഗത്ത് വലിയ യുദ്ധം നടക്കുകയാണല്ലോ. പശ്ചിമേഷ്യയിൽ നടക്കുന്ന യുദ്ധത്തിനേക്കാൾ വലിയ യുദ്ധങ്ങളാണ് ചാനൽ രംഗത്ത് മലയാളത്തിലെ വാർത്താമാധ്യമങ്ങളുടെ ഇടയിൽ നടക്കുന്നത്. ഇപ്പോൾ ഇതൊരു പുതിയ ചാനലിൽ കൂടി വരവുള്ള സമയമാണ്. റേറ്റിങ്ങിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ കടിപിടി കൂടുന്നുണ്ട്, കാശ് കൊടുക്കുന്നുണ്ട്, കോഴ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള കരണം മറിച്ചിലുകളൊക്കെ നടത്തിയതിന് ശേഷമാണ് മലയാളത്തിലെ വാർത്താമാധ്യമങ്ങൾ ഇങ്ങനെ നിലനിന്നു പോകുന്നത്. ആ മത്സരത്തിനിടയിൽ ഇങ്ങനെ ചെറിയൊരു പൊടിക്കൈ കൂടി പ്രയോഗിക്കാം എന്ന് ആ ചാനലിനും തോന്നിയതാണോ എന്നറിയില്ല. അങ്ങനെ വിചാരിക്കാൻ കാരണമുണ്ട്. കാരണം ഇതേ കമൻറ്റും ഇതേ കപ്പൊഴിവാക്കലും കഴിഞ്ഞ റംസാൻ കാലത്തും ഉണ്ടായിരുന്നു. അന്നും തത്വമയി അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നതാണ്. എന്തായാലും അത് നിരന്തരം ഓരോ വർഷവും ഇങ്ങനെ ആവർത്തിക്കപ്പെടുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടാണോ ഇത് നടക്കുന്നത് എന്ന ഒരു കാര്യമുണ്ടത് ചാനലിൻ്റെ ഒരു അജണ്ടയാണ് എങ്കിൽ അതൊരു മതം വിഷയമാക്കിയിട്ടുള്ള അജണ്ടയല്ലേ? അപ്പോൾ ഈ ചാനലിൻ്റെ മതേതര ക്രെഡൻഷ്യൽസ് എങ്ങോട്ടാണ് പോകുന്നത് എന്നൊന്നും ആർക്കും അറിയില്ല. എന്തായാലും ഈ പറയുന്നത് പോലെ കഴിഞ്ഞ തവണ ഇതേ കമൻറ്റ് വരുന്നു, ആ അവതാരകൻ ചായ ഒഴിവാക്കുന്നു. ഇപ്പോഴിതാ വീണ്ടും ഈ റംസാൻ കാലത്ത് 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും കമൻറ്റ് വരുന്നു, കപ്പ് ഒഴിവാക്കുന്നു. എന്തായാലും ഭക്ഷണ രംഗത്ത് ബീഫ് നിരോധനം എന്നതിനെക്കുറിച്ചാണ് എല്ലാവരും പറയാറുള്ളത്. ബീഫ് നിരോധിക്കുന്നു, ഹിന്ദുക്കൾ മുസ്ലിങ്ങളെ ബീഫ് കഴിക്കാൻ അനുവദിക്കുന്നില്ല, ക്രിസ്ത്യാനികളെ ബീഫ് കഴിക്കാൻ അനുവദിക്കുന്നില്ല. അങ്ങനെ ഒരു രാഷ്ട്രീയമാണ് കേരളത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്നത്. പക്ഷേ സത്യത്തിൽ ഇന്ത്യയിൽ ഒരിടത്തും
ബീഫ് നിരോധനമില്ല, എല്ലായിടത്തും ബീഫ് ധാരാളമുണ്ട്. ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ ബീഫ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന രാജ്യം. പക്ഷേ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പന്നിയിറച്ചിയുടെ കണക്കെടുത്താൽ അത് ബീഫ് ഉൽപ്പാദനത്തിൻ്റെ വളരെ 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 ചെറിയൊരു അംശം മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ രഹസ്യമായി നിരോധിക്കപ്പെടുന്നത് ഇന്ത്യയിൽ പന്നിയിറച്ചിയാണ് എന്ന് പറയേണ്ടി വരും. അതിന് പല തരത്തിലുള്ള ക്യാമ്പയിനുകൾ നടക്കുന്നുണ്ട്. ആ ക്യാമ്പയിനുകളെ ചോദ്യം ചെയ്താൽ നിങ്ങളും ചോദ്യം ചെയ്യപ്പെടുമെന്ന നിലയിലേക്ക് പോകുന്നുണ്ട്. ആ ഒരു നിലയിലേക്ക്, അതായത് സ്വന്തം മതത്തിൻ്റെ ഒരു ആചാരം അല്ലെങ്കിൽ സ്വന്തം മതത്തിൻ്റെ ഒരു വ്രതാനുഷ്ഠാനം അത് മറ്റുള്ളവരും ചെയ്യണമെന്ന് പറഞ്ഞ ഒരു അധിനിവേശം അതിവിടെ നടക്കുകയാണ്. ആ അധിനിവേശത്തിന് കൂട്ടുനിൽക്കുകയാണ് ഇത്തരത്തിലുള്ള ചാനൽ പരിപാടികൾ എന്ന് കൃത്യമായി വിലയിരുത്തേണ്ടി വരും. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.